എന്താണ് എല്ലാവരും കൂടി നോക്കി നിൽക്കണമെന്ന് വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? എന്നാൽ ഇതിലൊരാളുണ്ട്, കണ്ടു നോക്കി. അപ്പാണ്ട് വെള്ളത്തിൽ ചാടിപ്പോയി. നിങ്ങളെന്തോന്ന് പിടിക്കും ടോർച്ച്? പിടിച്ചിട്ട് നമുക്ക് കത്തിച്ചോ. ഒരു കൊയങ്ങിന് നീന്തി ഒരു കിണറിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ അവരതിൽ കണ്ടപ്പോൾ ചേരയാണെന്നുള്ള ഒരു നിഗമനത്തിൽ അവരുന്ന്. പക്ഷേ ഒരു മൂർഖനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്യാനാണ് നമ്മളിവിടെ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊലച്ചിൽ കെട്ടിയിട്ടാണ് നമ്മളതിനെ റെസ്ക്യൂ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഈ ചെറിയ കയറുകളുണ്ടാവുമോ? ചെറുത് ചൂട് എന്തായാലും വേണ്ടിയില്ല, ചെറുത്. ഇത് ഇതിവിടെ അയക്കാണ്ടെങ്കിൽ ഈ ചൂടിയുണ്ട്. അപ്പോൾ നമ്മളെ സാധനം സെറ്റായിട്ട് നമുക്ക് ഇനി വെള്ളത്തിലേക്ക് ഇറക്കി നോക്കാം. നിങ്ങൾ ആ ടോർച്ച് അവിടെ നിന്ന് അടിച്ചു കൊടുക്കണേ. താങ്ക് യു. ഒന്നാമത് അതിനെ ഉപദ്രവിക്കാൻ വന്നതാണ് വിചാരിച്ചിട്ടേ അത് ചെയ്യണതാ. വാല് പിടിക്കില്ല, വാലുണ്ട്. ആയില്ല, പിടിച്ചോട്ടെ, പിടിക്കാനേ. ഏത് മനുഷ്യനായാലും ഉണ്ടാവുമല്ലോ ലാസ്റ്റ് അത്താണി എന്നുള്ളതിൽ നമുക്ക് ഒരു ഒന്നും വയ്ക്കണ്ട. അപ്പോൾ നമ്മൾ കുളച്ചിൽ ഉപയോഗിച്ച് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുകയാണ്. അപ്പോൾ പാമ്പിനെ കിണറിൽ ഇറങ്ങാത്ത പരിപാടിയാണിത്. ഏറ്റവും നല്ലത്. അപ്പോൾ മറ്റേ നമ്മൾ കിണറിൽ ഇറങ്ങിയാൽ ഭയങ്കര ഡേഞ്ചറാണ്ടാവും. നമുക്കും പ്രശ്നമാണ്. ഇപ്പോൾ ഒരു മൂർഖനാണ് ഈ കയറി വരുന്നത്. ഇല്ലില്ല, അത് നിങ്ങളവിടെ നോടി. ഇതാണ് മൂർഖന്. ഇനി അങ്ങോട്ട് നോടി എല്ലാവരും അല്ലല്ല, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ നിങ്ങൾ ഇതാണ് നമ്മൾ കയറി വന്ന ഒരു കുഴപ്പമില്ലാത്തൊരു മൂർഖനാണ്. വലിയ ഒന്നും ആവില്ല. ഡോറൊക്കെ
അപ്പോൾ കിണറിലുണ്ടായിരുന്നതാണിത്. അപ്പോൾ ഇവർ ക്യാമറ അയച്ചുകൊണ്ട് പോയി ഉണ്ടല്ലേ കാക്കിൽ കേട്ടല്ലേ. ഓ നല്ല കുട്ടപ്പനാണ്. അത് നല്ല ക്ഷീണിച്ചാണ് എന്നാൽ വെള്ളത്തിലൊക്കെ അല്ലേ. വിട്ടിക്ക് പറയാറ്റില്ല പെട്ടെന്ന് ക്ഷീണിച്ചതാ പറ്റി. അത് നല്ല ക്ഷീണിച്ചാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നല്ല കടുപ്പുണ്ടാവും. കാരണം വെള്ളത്തിലേ കിടന്നിട്ട് ആൾക്ക് നല്ല ഇതുണ്ട്. അത് ഒന്നാമത് പേടിച്ചിട്ടാ. വെള്ളത്തിൽ നിന്ന് കയറിയല്ലേ. ഇനിയും കടകാലത്തിലാണോ? അങ്ങനെ ഒരു പേടി ഉണ്ടാവും. ആൾക്ക് പോവാനൊന്നും വയ്യ. അപ്പോൾ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്തതിന് ഒരു ഓവർ സൈസൊന്നുമില്ല, ഒരു മീഡിയം സൈസുള്ള ഒരു മൂർഖനാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരുപാട് ചാൻസുകളാണ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മതിലുണ്ട് സൈഡിൽ. ഇവിടെ ഇതിൻ്റെ ബാക്ക് ഭാഗം കുറച്ച് കാടുകളും ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മതിൽ വഴി കയറിയിട്ട് ഇങ്ങനെ ഈ സ്റ്റെപ്പിൻ്റെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന ടൈമിൽ ഇതിൽ ചാടിപ്പോയതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഏട്ടനാണിത്. അപ്പോൾ ആളാണ് പാമ്പിനെ. നിങ്ങളെങ്ങനെയാണ് ഇത് പാമ്പിനെങ്ങനെ കണ്ട് ഫസ്റ്റായിട്ട്? ഒരു ദിവസം വെള്ളം മുക്കാൻ ബക്കറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കടന്ന് ഇളകുന്നു. ശരി, അങ്ങനെ ശ്രദ്ധപ്പെട്ടല്ലേ. അപ്പോൾ വെള്ളത്തിൽ ഇതേപോലെ നമ്മൾ കയറും ബക്കറ്റും വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെക്കുകയാണെങ്കിൽ പാമ്പുകൾ ചിലപ്പോൾ അതിൽ കയറി നിൽക്കും. അപ്പോൾ അധിക സ്ഥലത്തൊന്നും അങ്ങനെ കടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെക്കുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്നായിരിക്കും വെള്ളം മുക്കുക. പക്ഷേ വെള്ളത്തിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് ആ ടൈമിൽ ഉണ്ടാവില്ല. അതിലാണ് അതിൻ്റെ ബൈറ്റ് ഇടുക. അപ്പോൾ വെള്ളത്തിൽ കഴിയുന്നതും ഇതേപോലെ ബക്കറ്റും കയറ് ഇറക്കി വെക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഇറക്കി വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതുകൊണ്ടായിരിക്കും ഒരു പെട്ടെന്ന് അത് കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വെള്ളത്തിലാണ് ബക്കറ്റ് എങ്കിലും ഒരു പെട്ടെന്ന് മുക്കാനാണ് ശ്രമിക്കുക. മുക്കുന്ന ടൈമിലായിരിക്കും പെട്ടെന്ന് ഇതിന് കാണുക. ചിലപ്പോൾ പേടിച്ചിട്ടാണെങ്കിലും നമുക്ക് കടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓരോ ഭാഗ്യമാണ്, ഒരു ബക്കറ്റ് മുകളിലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.